ഒരാളിവിടെ കിടന്ന് പാടുപെടുക. തന്തയാണെന്നോ വയസ്സായിരുന്നോ വല്ല വിചാരമുണ്ടോ? അത് പോട്ടെ, എന്നെ വിശ്വസിച്ച് നാട്ടുകാരെ ഏൽപ്പിക്കുന്ന ഈ ഡ്രസ് ഇട്ടിട്ട് വേണോ നിനക്ക് ഊരി തണ്ടാൻ? ആ മേനോഞ്ചക്കൻ ഇതെങ്ങാനും കണ്ട ശരീരത്തേക്കാ വലുതാ അവന് ഡ്രസ്. അച്ഛന് പണി ചെയ്ത് സഹായിക്കാതെ അച്ഛനിട്ട് പണിയുന്ന ഒരു പുഴുങ്ങിയ മകൻ. ശ്രീന്നല്ല, ആ ശ്രീകരൻ അവനെ വിളിക്കേണ്ടത്. ആ ശ്രീകരം ഒറ്റ കീറി വെച്ച് എന്നാലുണ്ടല്ലോ. ഊരടാ ഊരടാ. ഇതേ നിന്റെ തന്തേര മുതലല്ല, ഒരമ്പാനി വന്നിരിക്കുന്നു. ബ്രാൻഡഡ് ഷർട്ടും പാൻസൊക്കെ ഇട്ടിട്ട് നീ പുറത്തിറങ്ങുള്ളൂ അല്ലേ? നാണമില്ലല്ലോടാ നിനക്ക്. നിന്റെ കഥകളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. വർക്ക്ഷോപ്പിലെത്തുന്ന മുതലാളിമാരുടെ വലിയ വലിയ കാറുകളിലൊക്കെ നീ കറങ്ങുന്ന വിവരം ഞാൻ അറിഞ്ഞു. ഒന്നോർത്തോ, ആഡംബരത്തോടുള്ള നിന്റെ അമിതമായ ആർത്തിയുണ്ടല്ലോ നിന്നെ കുഴപ്പത്തിലെത്തിക്കും. ഇപ്പൊ നിയന്ത്രിച്ചില്ലെങ്കിലേ നാളെ അതൊരു രോഗമായിട്ട് മാറും. അച്ഛന്റെ ജീവിതത്തിൽ ഒന്നും നേടാതെ പോയത് ഈ ധൈര്യമില്ലായ്മ കൊണ്ട് മാത്രം. തൊഴിലാളികൾ ഓടിച്ചു വിട്ടൊരു മുതലാളി ഇപ്പൊ അഷ്ടിക്കായി ഡോബി പണി. പണ്ട് ഇതിനായി മാത്രം 4-5 സർവൻസ് ഉണ്ടായിരുന്നില്ലേ? അവിടെ നിന്ന് ഈ ഗതിയിലെത്തിയതേ ഈ ധൈര്യമില്ലായ്മ ഒന്നുകൊണ്ട് മാത്രം. അതേടാ. പരിചയില്ലാത്ത ഭാസ്കരേട്ടൻ സാധനമുണ്ട്. നമസ്കാരം ഭാസ്കരേട്ടാ. അറിഞ്ഞാ നമ്മുടെ രാഘവേട്ടൻ പാണ്ടിലോറി കയറിപ്പോയ പോക്കേ. പാണ്ടിലോറി എങ്ങാട് പോയി? പാണ്ടിലോറി മേത്തേക്കൂടി കയറിപ്പോയി. ആണാ? സോഡയാണോ വെള്ളമാണോ? സോഡ. സോഡ ഇങ്ങനെ ഉപയോഗിക്കല്ലേട്ടാ, വയറിന് കുഴപ്പാവും. എന്നിട്ടെന്താ അവന്റെ വീട്ടുകാർക്ക് പോയി. സഹിക്കാൻ പറ്റണില്ലടോ. ഇന്നലെ വരെ കണ്ടതാണ്. സോഡയാണോ വെള്ളമാണോ? സോഡാന്ന്. സോഡ തന്നെയല്ലേ? സോഡ എങ്ങനെ? അയാൾക്ക് കെട്ടിക്കാറായ പെമ്മക്കള് 3. ആ കുടുംബത്തിന്റെ ഒരു കാര്യമേ കഷ്ടായിപ്പോയി. സോഡ തന്നെയല്ലേ? അതേടോ. ഓക്കെ. ഈ പെമ്മക്കള് കൂടുതൽ കുഴപ്പാണേ. അല്ല ചേട്ടൻ ഏത് രാഘവന്റെ കാര്യം പറഞ്ഞേ? തെക്കേടത്തെ മൂത്തേടത്തെ ആരെങ്കിലും ആവട്ടെ, മരിച്ചില്ലേ താൻ വെള്ളോട്ട് ചാവണത്? തനിക്ക് 3-4 പെമ്മക്കളുള്ളല്ലേ, അതിന്റെ കാര്യം തനിക്ക് നോക്കിക്കൂടെ? അല്ല പിന്നെ 3-4 പെമ്മക്കൾ ഉണ്ടായിട്ട് അതിന് നോക്കാറില്ലെന്ന് പറഞ്ഞാല് എന്താ ഭാസ്കരേട്ടോ? ഒന്നുമില്ല. ഇന്നാരെ പറ്റിച്ച വെള്ളം അടിച്ചേ? ഒരാളെ പറ്റിച്ച്. അടിച്ചതൊന്നും ആയില്ലാന്ന് തോന്നുന്നു. അതിനു മുമ്പ് നീ വിളിച്ചിട്ടോന്നില്ലേ? ഒരെണ്ണം കൂടി അടിക്കാൻ വല്ല വകുപ്പുണ്ടാ? വകുപ്പുണ്ട്, പക്ഷെ ഒരിടം വരെ പോണം. ആദ്യം വണ്ടി കയറി. പേടിച്ചാണ് വണ്ടി കൊടുത്തിരുന്നത്. നിന്റെ പോക്കട്ടപ്പോ ഞാൻ വിചാരിച്ചു ഗ്യാസ് സിലിണ്ടർ വാങ്ങാൻ പോവാണെന്ന്. സലാം സാർ. ഗുഡ് മോർണിംഗ്. സലാം. ഹലോ സർ. ഹായ്. I just want to see this G350. സർ ഇപ്പോ ഏത് കാറാ യൂസ് ചെയ്യുന്നത്? അതൊക്കെ വർക്ക്ഷോപ്പിൽ റിപ്പയറിന് ഉടനെ കാർ പോലെ ഇരിക്കും. ഓ യെസ്. നീ വന്നേ. അതെ, ചളമാക്കരുത്, പുറത്ത് തന്നെ നിന്നാ മതി. നീ 2 മേടിച്ചിരാന്ന് പറഞ്ഞത് ഇങ്ങോട്ട് കൊണ്ടുവരാനാ? ആദ്യം മിണ്ടാതിരിക്കേ. അതെ, നീ പോയി സകല കാറിന്റെ മോഡലും വിലയും ഡീറ്റെയിൽ പറഞ്ഞ് വെള്ളം ഇറക്കിട്ട് വാ. അതാണല്ലോ നിന്റെ ഹോബി. പ്ലീസ് കം. എടുക്കട്ടെ. ഹലോ. ഏത് പറല? അവിടെ ഇരിക്ക്. ദേവന് എവിടെ? ഇരിക്കി. എടാ ചണ്ണി നിക്ക്. എടാ അവിടെ ഇരിക്കടാ. നിക്ക്, ഞാൻ ഇപ്പൊ വരാം. ഞാനാരോ കുറെ നേരമായല്ലോ നിൽക്കാനും ഇരിക്കാനൊക്കെ പറയുന്നു. തന്നോടാര് പറഞ്ഞു നിൽക്കാനിരിക്കാനും? ചിത്രാഞ്ജലി ബാറിലിരിക്കുന്ന എന്റെ കൂട്ടുകാരനോടല്ലേ അവിടെ ഇരിക്കാൻ പറഞ്ഞത്. അവനവിടുന്ന് പോയാണ്ടല്ല കൊന്നളയാൻ ബംഗാളി. വരാം. എന്ത്? കാർ ബുക്ക് ചെയ്തവിടെ? ചെയ്തോളാം.
ഔട്ട്. യെസ് ബോസ്. രാജുമോൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു, അങ്കിളിന്റെ ഫാദർ ആരാണ്? ഞാൻ പറഞ്ഞു, ഒരു രാജാവാണെന്ന്. കിരീടവും ചെങ്കോലും സിംഹാസനമുള്ള ഒരു രാജാവ്. പിന്നീട് എന്നെ കാണുമ്പോൾ അവൻ കളിയാക്കി വിളിക്കുമായിരുന്നു, പ്രിൻസ്, രാജകുമാരൻ, രാജാവിന്റെ മകൻ. യെസ്, നൗ ഐ ആം എ പ്രിൻസ്. കിരീടവും ചെങ്കോലുമുള്ള ഒരു അധോലോക രാജാവ്. റൈറ്റ്? നന്ദി വേടാ നന്ദി. നിനക്ക് ആവശ്യം വരുമ്പോഴൊക്കെ കാറും ബൈക്കും മൊബൈൽ ഫോണും ഞാൻ സെറ്റപ്പ് ആക്കി തരണം. ഇപ്പോൾ തന്നെ മെക്കാനിക് ദാസേട്ടനെ സോപ്പിട്ടിട്ട ഇന്ന് ബൈക്ക് സംഘടിപ്പിച്ചത്. അതിനെനിക്ക് ചെലവാക്കേണ്ടി വന്നതേ ഒരു ഫുൾ ബോട്ടിൽ വോഡ്കയാ. അതിന് നിന്നോട് ആര് പറഞ്ഞു വോഡ്കയൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ? നിന്റെ അച്ഛൻ. എനിക്കിപ്പോ അറിയണം, സോഫിയുടെ നമ്പർ നീ തരുവോ ഇല്ലയോ? ആദ്യം ആ ഗ്രേ കാർ ട്രയലിന് പുറത്തിറക്ക്, എന്നിട്ട് തരാം. അത് നടക്കില്ല. നിന്നോട് ആര് പറഞ്ഞു നടക്കാൻ? നീ സൈക്കിൾ എടുത്തു പോന്ന്. അതെ, അപ്പൊ നീ നമ്പർ തരില്ല. ആരുടെ നമ്പറിന്റെ കാര്യ പറയണേ? ഈ മാധവേട്ടന്റെ ഓരോരോ നമ്പറുകളെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളിക്കാരന്റെ നമ്പറിലല്ലേ ഞാൻ വീണത്. നീ ഒന്ന് പോണ്ട വേഗം. ഓ, ഞാൻ പോയേക്കാം. വലിയൊരാള് വന്നിരിക്കുന്നു. ആ, മാധവേട്ടൻ കൂടി കേൾക്കാൻ വേണ്ടി പറയാ. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ സ്വന്തമാക്കും വലിയൊരു വീടും കാറും എല്ലാം. അതെ, ഒരു കാറും വീടും മാത്രം മതിയോ? കൂടെ ഒരു പെണ്ണൂടി വേണ്ടേ? അതായത് തുടക്കത്തിൽ തന്നെ ഒരു പെണ്ണ് വന്ന് കയറിയാല് ഏതൊരാളുടെ കാലിടറും. ദൈവം അയക്കുന്ന ടെസ്റ്റ് മെഷീനാണ് പെണ്ണ്. പച്ച മലയാളത്തിൽ പറഞ്ഞ കുരിശ്. ഒരു മിനിറ്റ്. ആ പറയ്. എടാ, ആ നമ്പറും താടാ. ആദ്യം കാറ്, പിന്നെ നമ്പർ. ഒന്നെടുത്തണ്ട. നമ്പറും കാറും അവന്റെ. എടാ പോത്തേ, നീ എവിടെ നിൽക്കണ പന്നി? എടാ പാലത്തിനോട് നേരെ നോക്കണം. എടാ അവിടെ ആൾക്കാർ ക്യൂ നിൽക്കണ്ട. അതെന്നെ ബീവറേജ് അത് ശരി. വേഗം പാടാ പന്നി. സംസാരിച്ചൊരു പുള്ളിന്റെ ആശു പോയി. അങ്ങോട്ട് കഴിക്കും. കാറും ഞാൻ പറയണൊന്നും.